നാരായണ നിന്നെ കാണുന്ന നേരത്തൻ മനസമ്പന്നീലായി കാണേണേ ഗോവിന്ദ നാരായണ ഹരി ഉണ്ണികൃഷ്ണന്റെ മോഹനാരൂപം ഉള്ളിൽ ഭഗവാന്റെ സുന്ദരമായ രൂപം കാണുന്നുണ്ട്. അപ്പം കാണുന്ന സമയത്ത് കണ്ണുനീര് വരണം, കാണാതിരിക്കുമ്പോഴേ കണ്ണുനീര് വരണം. എന്താ? സങ്കടത്തിന്റെ കണ്ണുനീര്. ഈ അമ്മയുടെ കണ്ണൊക്കെ അവരുടെ ഒഴുകുകയാണ് ഈ സ്വാമി പ്രഭാഷണം. അപ്പം സ്വാമി വിചാരിച്ചു എന്റെ വൈഭവമാണ്, ഭഗവാന്റെ കഥകളൊക്കെ താനിങ്ങനെ പറയുന്ന കേട്ടിട്ട് അമ്മ കരയുകയാണെന്ന് വിചാരിച്ചു. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഭഗവാൻ ഇത്രയൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ ഭഗവാനൊന്നും വന്നതൊന്നുമല്ല, ഇയാൾ പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ എന്റെ ഒരു ആളിനെ കൊണ്ട് ഓർത്തു പോയതാ, അങ്ങനെ കരഞ്ഞു പോയതാന്ന് പറഞ്ഞു. അതാരെയാ? മകനെയാണോ? ഓ, മകനെയൊന്നും അല്ല, പിന്നെ ആരെയാ? ഈ സ്വാമിക്ക് താഴെയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അമ്മയ്ക്കൊരു മുട്ടനാടുണ്ടായിരുന്നു. ഈ സ്വാമി പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഈ സ്വാമിയുടെ താടിയൊക്കെ ഇങ്ങനെ ആടുന്ന സമയത്ത് അമ്മ ആരെക്കുറിച്ച് ഓർത്തത്? മുട്ടനാടിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ചിരിക്കുന്നതും കരയുന്നതും ഒക്കെ ഇതൊക്കെ ഓർത്താണെന്ന് ഞാൻ ആദ്യമേ വിശ്വസിക്കുക. എന്തായാലും ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് യജ്ഞശാലയില് നമ്മൾ പാരായണം ചെയ്ത് പ്രഭാഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. 18 വർഷം നിങ്ങൾ ഇത് കേട്ടൂല്ലേ? എത്ര വർഷം കേട്ടു? 18 വർഷം കേട്ട ആരെങ്കിലും ഉണ്ടോ? 18 സപ്താഹത്തിൽ കൂടി ആരെങ്കിലും ഉണ്ടോ? ഒരു വർഷം പോലും മുടങ്ങാതെ 18 സപ്താഹത്തിൽ കൂടി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ഒന്ന് തൊഴാൻ വേണ്ടി. സത്യം പറഞ്ഞല്ല, അവരെ ഒന്ന് തൊഴാൻ വേണ്ടിയാണ്. ആരാണ്? ഈ അമ്മയാണ്. തൊഴുതു കേട്ടോ. കാരണം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. 18 വർഷം ഈ ഭഗവാന്റെ സന്നിധിയില് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് ഇവിടുത്തെ ആചാര്യന്മാർക്ക് പോലും പറ്റിയിട്ടുണ്ടാവില്ല. അവർ 18 വർഷം വന്ന് കാണില്ല. അപ്പം ഈ ഭഗവാന്റെ സന്നിധിയിൽ അത് കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവരെ 2 കൈയിൽ കൂട്ടി തൊഴുന്നു ഞാൻ. ഭഗവൻ ഭക്തന്മാരെ ഭഗവാനെക്കാട്ടിലും ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ഭഗവത് ഭക്തന്മാരെയാണ്. അപ്പൊ എനിക്ക് ഭഗവാനെ തൊഴുന്നതിന് എത്രയോ ഇരട്ടി ഫലം തരും ഈ ഭക്തയെ തൊഴുതാൽ. സാക്ഷാൽ ഭഗവാൻ പറയും, അഹം ഭക്തപരാധീനോ സ്വതന്ത്രഃ. ഈ ഭഗവാൻ എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് വേണ്ടിയാണ്. ഭാഗവതം മുഴുവൻ ഭഗവാന്റെ ലീലകള്, തന്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ലീലകളാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത്. ഈ പരിശുദ്ധ മഹാരാജാവ് പറയും, ഭാരാംബോ ഹരേ മംഗളം. ഭാരാംബോ ഹരി, എന്റെ ഭാരങ്ങളെല്ലാം, എന്റെ ഈ മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ ഭാരങ്ങളും ഭഗവാനെ അവിടേക്ക് ഞാൻ ഇറക്കി വെക്കുകയാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും എടുത്തു വെക്കാൻ ഒരാളെ കൊണ്ട്. ആരാണ് ആ ഭാരം എടുത്ത് സ്വീകരിക്കാൻ തയ്യാറുള്ള? അച്ഛനുണ്ടോ, അമ്മയുണ്ടോ എന്നൊക്കെ ഇവരാരുമില്ല. ഈ ഭാരങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറായുള്ള ഒരാളെ ഉള്ളൂ ലോകത്ത്, സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. മനുഷ്യനാണോ? ആണോ? ഇത് ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് നിങ്ങളുടെ ആയുസ് എവിടെയാണ്? എത്ര നാള് ജീവിക്കും? എത്ര നാള് ജീവിക്കും? നമ്മൾ പറയും ഇനിയൊരു നൂറ്റാണ്ടിനകത്ത്. ഞാനിവിടൊക്കെ തന്നെ പ്രായമുള്ള അമ്മൂമ്മ കാലൊക്കെ നീട്ടിയിരുന്ന് പ്രാർത്ഥിക്കണ്ട. ഈ നരകത്തീനെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ചെറുപ്പക്കാർ പറയും, ഭഗവാനെ അന്ന് കേട്ടേക്കണേ, ഈരിനെന്ന് എഴുതിയേക്കണേ. അപ്പം ഈ അമ്മൂമ്മ വെറുതെ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? എന്നെ മാത്രം കേട്ടിട്ട് മറ്റുള്ളവരെ കേൾക്കുന്നത് അല്ല. ദശനീവദശതവയസ്സീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കണം. മരിക്കാൻ താല്പര്യമില്ല. അപ്പൊ ആർക്കും മരിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? എവിടെ? ആർക്കും താല്പര്യമില്ല മരിക്കാൻ. അതുകൊണ്ടാണ് പിന്നെ രാമായണത്തിൽ പറഞ്ഞത്, ദശനീവദശതവയസ്സീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കണം. മരിക്കാൻ താല്പര്യമില്ല. പിന്നോ ഈ നമ്മളിങ്ങനെ ചുമ്മാണ്ട് പറയുകയാണ് ഈ മരിക്കണം എന്നൊക്കെ പറയാ.
ഈ ജനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്ത് പറയും? എന്ത് പറ്റും? എല്ലാവരും ജനിക്കും. ഈ കുഞ്ഞെന്ത് ചെയ്യും? ജനിക്കുന്ന കുഞ്ഞെന്ത് ചെയ്യും? കരയുവാ. മരിക്കുമ്പോഴെന്ത് പറ്റും? മരിക്കുമ്പോ ബന്ധുക്കളൊക്കെ കരയും. ഈ ജീവൻ ജനിക്കുന്നാവും. കാരണം എന്താ അറിയാം? ജനിക്കുന്ന സമയത്ത് ഇവിടെ കിടന്ന് എന്തെല്ലാം അനുഭവിക്കാമല്ലോ ഓർത്തുള്ള കരച്ചിലാണ്. മരിക്കുമ്പോ ഹാവു രക്ഷപ്പെട്ടു. ഈ പ്രഭാഷണം ശാന്തി കേൾക്കണമെന്നൊക്കെ സന്തോഷമില്ലേ? പ്രഭാഷണം നിർത്തുന്ന സമയത്ത് ഹാവോ രക്ഷപ്പെട്ടിന് ചോറുണ്ടാവല്ലോ എന്നൊരു സന്തോഷം. ഇവിടെ മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരാനുഗ്രഹം. ആ മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10-12 ഉണ്ണിയായിട്ടു പോയി. അല്ലേ? നമ്മുടെയൊക്കെ അത് കാലം കഴിഞ്ഞു പോയി. പിന്നെ യൗവനം വന്ന് മുറ്റിയിടുമ്പോൾ ഓരോ ദുർവികാരങ്ങൾ ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നും ഒക്കെ ഭാവം വരും. വാർദ്ധക്യ കാലത്തോ കുറെ കൂട്ടുകാർ വരും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ചിക്കൻ ഗുനിയ, പിന്നല്ല ഇപ്പൊ പുതിയ കഴിഞ്ഞ പ്രാവശ്യം വന്നെന്തായിരുന്നു? കൊറോണ. എല്ലാരും പറയുന്നത് 3 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തുള്ള കാര്യം പോക്കാണ്. നമ്മളൊക്കെ 3 പ്രാവശ്യം എടുത്തതാണ്. എന്ത് അസുഖം വന്നാലും ഇപ്പൊ ആളുകൾ പറയും 3 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ സാറേ? കുഴപ്പം. എന്നാലും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ വരുമെന്ന് അറിയില്ല. എന്തായാലും ഈ അസുഖങ്ങളെല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആരെ വിളിക്കണം? നാവൂകുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരി. നാമം ജപിച്ചേ നാരായണ ഹരി നാരായണ ഹരി. ഓർക്ക ജപിക്കട്ടെ, അല്ലെ തവളയായി പോകും. നാരായണ ഹരി നാരായണ. നാമം ജപിക്കുന്ന സമയത്ത് നാമം ജപിക്കുന്ന ദേവീഭാഗത്തിൽ തവളയായിട്ട് പോകുന്നു പറയും. അയ്യോ, നിങ്ങളുടെ പേരോട് ചേർത്ത് തവളയും കൂടെ ചേർത്താൽ ആലോചിച്ചു. സുശീല തവള. മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തവളയായാലും അവസ്ഥ. ഇപ്പൊ നാമം ജപിക്കണം കേട്ടോ. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. നാവൂഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരി. നാട്ടുകാർ, കൂട്ടുകാർ, വീട്ടുകാരൊക്കെയും വിട്ടു പിരിയുന്നൊരാ ദുഃഖവേളയിൽ നാവൂഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരി. ഭഗവാനോട് പ്രാർത്ഥിക്കുക, അവനെ നാമം ജപിക്കാനുള്ള ഭാഗ്യം തരണേ. മരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് ചിന്തിക്കും? അതായിട്ട് ജനിക്കുന്ന പറയണേ. നമ്മൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നേ? അലമാരിയായിട്ടും ATM കാർഡായിട്ടും താക്കോലായിട്ടും ഒക്കെ ചിന്തിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും പൈസ. ഞങ്ങളുടെ അവിടെയൊക്കെ 2018 വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആളുകളെല്ലാം വെള്ളത്തിലാവുന്നതിന് മുമ്പേക്കും പൈസായമായിട്ട് ഇങ്ങനെ ഇരിക്കുക. പൈസ വേണോ ജീവൻ വേണോ? സംശയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാണ്. നമ്മളെയൊക്കെ ധാരാളം എമൗണ്ടൊന്നും പിടിച്ചു വലിക്കുകയാണ്. അപ്പൊ ഇവിടെ മനുഷ്യനായിട്ട് നമ്മൾ ജനിക്കും. മനുഷ്യനായാൽ മാത്രം പോരാ, മുമുക്ഷുവാവുക, മോക്ഷത്തെ ആഗ്രഹിക്കുക. മോക്ഷം വേണം. ഈശ്വരൻ ലയിക്കാൻ പറ്റുമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുക. കർമ്മവശേഷം തിരുമുൽക്കാഴ്ച നിനക്കിഹ വച്ചേ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമാം നാരായണനെ. ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ എനിക്ക് ജനനവും വേണ്ട മരണവും വേണ്ട, സംസാരം ഗുരുവായൂരപ്പനിൽ ലയിക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം മുമുക്ഷുവാകുക, മോക്ഷത്തെ ആഗ്രഹിക്കുക. ഈ മനുഷ്യരായിട്ട് ജനിച്ച് മോക്ഷത്തെ ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മഹാപുരുഷ സംശ്രയ, മഹാപുരുഷന്മാരുമായിട്ട് കൂടിച്ചേരാൻ പറ്റണം. ആ മഹാപുരുഷന്മാരുമായിട്ടുള്ള കൂടിച്ചേരലാണ് ഇതുപോലെയുള്ള സപ്താഹയജ്ഞങ്ങൾ, ഇതുപോലെയുള്ള ജ്ഞാനയജ്ഞങ്ങൾ. അതിൽ നമുക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അതാരുടെ അനുഗ്രഹം കൊണ്ടാണ്? സാക്ഷാൽ ഭഗവാന്റെയും നിങ്ങളുടെ ഭഗവതിയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് വിചാരിക്കുക.
ഭാഗ്യവിദ്യയൊക്കെ എല്ലാ മഹത്തുക്കളായ സജ്ജനങ്ങൾക്കായി നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവത ആചാര്യന്മാര് ഭാഗവത കഥകളെ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഈ പുരാണങ്ങളില് 18 പുരാണമുണ്ട്. 18 എന്ന് പറയുന്ന സംഖ്യക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആ സംഖ്യ കടന്നവരാണ്, 18 വർഷം കടന്നവരാണ്. നമ്മൾ ശബരിമല 18 വർഷം പോയാൽ അവിടെ എന്ത് വെക്കും? തെങ്ങൊക്കെ വെക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ 18 പുരാണങ്ങൾ നമുക്കുണ്ട്. മഹാഭാരത യുദ്ധം 18ആണ്. ഭഗവത്ഗീത ഓം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേളായുത്സവ മാമകാം ഭാഗവസ്യൈവാകി മകുർവത സഞ്ജയ. ഭഗവത്ഗീത 18 അധ്യായങ്ങളാണ്. മഹാഭാരത യുദ്ധം 18ആണ്. 18 അക്ഷൗഹിണിപ്പടയാണ്. അപ്പൊ 18 എന്ന് പറയുന്ന സംഖ്യക്ക് നമ്മുടെ ഈ സംസ്കാരവുമായി ഒരുപാട് ബന്ധമുണ്ട്. 18 പടികളാണ് ഇവിടെയുള്ളത് ശബരിമലയിലുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാനും നീയും എന്താകും? ഒന്നാകും. അഹം ബ്രഹ്മാസ്മിയാകും, തത്വമസിയാകും. അപ്പൊ നമ്മളെല്ലാം രണ്ടാമത് ഭാവിക്കുമ്പോഴാണ് നമ്മളെല്ലാരും ഒന്നാണോ? നമ്മൾ പ്രാർത്ഥിക്കും ലോകാ സമസ്ത. നമ്മൾ എന്നെ വീട്ടുകാർ മാത്രം സുഖം ഉണ്ടാകണേ. നാളെ തിരുവേദിക്ക് ഭയങ്കര തിരക്കായിരിക്കും. എന്താ നാളെ 2ാം ദിവസം ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറയും. അപ്പൊ ഭയങ്കര റെഡിയായിരിക്കും. എന്നോട് പറഞ്ഞതിന്റെ ഒരു അർച്ചനയില് എത്ര ശത്രുക്കൾ വരെ തീരുവ? ഒരർച്ചനയിൽ എത്ര ശത്രുക്കൾ വരെ തീരുവ? നിങ്ങളെ കഴിക്കാറുണ്ടോ? ഉണ്ടല്ലേ? പിന്നെ എത്ര ശത്രുക്കളെന്നറിയാം അപ്പുറത്ത്. എന്താ സാറേ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, കുശുമ്പ് ഇവയൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. പടിയാകും കാണവിടച്ചെല്ലുമ്പോ ശിവനെ കാണാകും ശിവശംഭോ ശിവശംഭോ ശംഭോ. ഓക്കെ, ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ. ഓക്കെ, ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ തിരുവൈക്കം വാഴും ശിവശംഭോ. പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? ആണോ? സാധാരണ പ്രഭാഷണത്തിൽ വരുന്ന ആൾ പ്രഭാഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ എന്തിരിക്കും? കുറെ നേരം കഴിയുമ്പോ പ്രഭാഷകൻ എന്നാൽ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഓം ശാന്തി. അപ്പുറത്തെ നോക്കും, അവര് ഓർക്കാം. അങ്ങനെയല്ലേ? ഞങ്ങൾ അങ്ങനൊന്നുമല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. കാരണമല്ല, ഞാന് വളരെ കൗതുകത്തോടെയാണ് ഞാൻ ആദ്യമായിട്ടായി സ്ഥലത്ത് വരുന്നത്. വളരെ കൗതുകത്തോടെയാണ് ഇവിടുന്ന് വള്ളത്തിലൊക്കെ കയറി ഇങ്ങോട്ട് വരിക. ഞങ്ങൾക്ക് പകുതി നാമലേക്കും വള്ളത്തിന്റെ പകുതിയായിട്ട് ഇനി ഇത്തോന്നുള്ളൊരു വേദിയുണ്ട്. ഞാൻ സമയത്തെത്തി. രാവിലെ അത് വളരെ കൃത്യമായിട്ട് അതൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. കൃഷ്ണരാമ കൃഷ്ണരാമ എന്നൊക്കെ വിളിക്കുമ്പോ എന്റെ ഭഗവാനെ എന്നെ അക്കരെ എത്തിക്കണേ, എന്നെ അക്കരെ എത്തിക്കണേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. എന്തായാലും കറക്റ്റ് സമയത്ത് അക്കരെ എത്തിച്ചു. നമ്മളും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇക്കരെ നിൽക്കുവാണ്. ആരാണ് അക്കരെ ഇരിക്കുന്നത്? ഭഗവാൻ എവിടെയാ? ശരിക്കും ഇതൊരു ഉദാഹരണമാണ്. നമ്മള് ഇക്കരെ നിൽക്കുന്നതാണ്, ഭഗവാൻ അക്കരെയാണ്. ഈ അക്കരയ്ക്ക് എത്താൻ വേണ്ടി ഒരു തോണിയുണ്ട്. ആ തോണിയാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതമാകുന്ന തോണിയിൽ കയറ് വേണം നമുക്ക് ഈ അക്കരെ എത്താൻ. അക്കരെ നിൽക്കുന്ന ഭഗവാനെ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഇക്കരെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നാമജപമാകുന്ന കയറാണ്. ഒരു കയറുണ്ട്, ആ തോണിക്ക് ഒരു കയറുണ്ട്. ആ നാമജപമാകുന്ന കയറും ശ്രീമദ് ഭാഗവതമാകുന്ന തോണിയിലൂടെ യാത്ര ചെയ്തു വേണം സാക്ഷാൽ വാതാലയേശന്റെ അടുത്തെത്താൻ. ചിലര് പിന്നെ വാഴകുന്നം തിരുവേണി പറഞ്ഞിരിക്കുന്നു ഭാഗവതം ഒരു തീവണ്ടിയാണെന്ന് പറഞ്ഞു. തീവണ്ടിയാണ് ഭാഗവതമെന്ന തീവണ്ടി സംസാര സാഗര തീരത്തിൽ ഓടിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിൽ കേറാം ഇതിൽ തന്നെ വിശ്വജീവികൾക്കും ഒന്നുപോലെ. തീവണ്ടി കയറാൻ എന്ത് വേണം? എന്ത് വേണം? തീവണ്ടി കയറാൻ എന്ത് വേണം? കേട്ടില്ല. തീവണ്ടി കയറാൻ നിങ്ങൾ തീവണ്ടി കയറാൻ പോയി ആദ്യം എന്താ എടുക്കുന്നത്? ടിക്കറ്റ് വേണം. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയല്ലേ? ടിക്കറ്റ് വേണം.
പിന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഒരു ആ പ്രസാദമൊക്കെ പിന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഭാഗവും അന്ന വിചാരം, ഉന്ന വിചാരം, പിന്നെ വിചാരം, കാര്യമില്ല. ഇത്രയും കാര്യമൊന്നും ശ്രദ്ധിപ്പിക്കാറുള്ളത് വലിയ പാടാണ്. അതിൻ്റെ ഇടയ്ക്ക് പായസം കൂടെ ആയ എന്തായ പിന്നെ അത് കഴിയട്ടെ. എന്തായാലും ഈ ഭാഗവത തീവണ്ടിയെ കയറാൻ ടിക്കറ്റ് വേണം. ഭാഗവത തീവണ്ടിയെ കയറാൻ ടിക്കറ്റ് വേണം. 1000 ടിക്കറ്റ്. ഭഗവാൻ ബാലാലേശന്റെ ചീട്ടു വാങ്ങി വേണം ഈ വണ്ടിയെ കയറാൻ. ചിലരുണ്ട് കള്ളവണ്ടി കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ കള്ളച്ചീട്ടായി വന്നോ കള്ളിക്കയറിയാൽ കള്ളപ്പെടുമെന്നോ ദേവിയും നീലക്കോടിയാസൻ കാട്ടിയപ്പോൾ സുഖൻ വേഗേന വണ്ടിയും വിട്ടു വേഗം. എവിടോട്ടായി വണ്ടി പോകുന്നേ? ഇങ്ങനെ വണ്ടി വൈകുണ്ഠത്തിലെ വണ്ടിയെ വേഗം കയറിക്കോളാം കേട്ടോ. വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാണ്. ഭഗവാനാണ് ടിക്കറ്റ് തരുന്നത്. അപ്പം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അക്കരയിലേക്ക് എത്തിക്കാനുള്ള, ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള കോടിയാണ്. ആ ജീവാത്മാക്കളെ ഓരോരുത്തരെയും അവരുടെ പ്രാരബ്ധങ്ങളിൽ നിന്ന് മാറ്റി അവരുടെ ശാരീരിക, മാനസികം, ആത്മീയമൊക്കെ ആയിട്ടുള്ള ദുഃഖങ്ങളെ ഇല്ലാതെയാക്കി, ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മിക ദുഃഖങ്ങളെ ഇല്ലാതെയാക്കി സാക്ഷാൽ ഗുരുവായൂരപ്പനെ എത്തിക്കാനുള്ള മാർഗമാണ് ശ്രീമദ് ഭാഗവതം എന്ന് മനസ്സിൽ ആദ്യമേ കുറിക്കുക. അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഇത്ര മാത്രം ചെയ്യുക. നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഭഗവാനെ സമീപിക്കുക. ഭഗവാൻ എന്താ വേണ്ടതെന്ന് അറിയാമോ? വലിയ ധനമോ ഒന്നുമല്ല വേണ്ടത്. ഭഗവാന് നിഷ്കളങ്കമായ മനസ്സാണ് വേണ്ടത്. സാക്ഷാൽ കുഞ്ചിദേവി പ്രാർത്ഥിക്കുന്നതാണ് കുന്തി പ്രാർത്ഥിക്കുന്ന എനിക്ക് എപ്പോഴും ദുഃഖം തരണേ എന്നുള്ളതാണ്. എന്തിനാണെന്നറിയാം? കുന്തിയുടെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? എപ്പോഴും സുഖം തരണേ, സുഖം തരണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ സുഖമൊന്നും സാധനം ഉണ്ടോ? ഇല്ല. ഈ പിള്ളേരൊക്കെ പരീക്ഷയ്ക്ക് 4 മണിക്ക് അലാറം വെക്കുന്നു. പരീക്ഷയ്ക്ക് ആകുമ്പോൾ 4 മണിക്ക് അലാറം വെക്കുന്നു. അലാറം അടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുന്നത്? അലാറം അടിക്കുമ്പോൾ സങ്കടം തോന്നും, ദുഃഖം തോന്നും. എന്തിനാ സങ്കടം തോന്നുന്നത്? എഴുന്നേക്കമല്ലോ നോക്കിയിട്ട് സങ്കടം തോന്നും അല്ലേ? അപ്പം അതുപോലെ ജീവിതത്തിലെ ഓരോ സമയത്തും നമുക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദുഃഖമെടുക്കുന്ന തമ്പുരാനി. ഈ ദുഃഖങ്ങളെല്ലാം എടുക്കുന്ന, ദുഃഖമല്ലേ ഒടുക്കുന്ന, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അപ്പൊ ഈ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളെ ഇല്ലാതാക്കണം. എല്ലാം ആശ്രയം, എല്ലാം ഭഗവാനിൽ ആശ്രയിക്കണം. അപ്പൊ ഇവിടെ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് 17 പുരാണങ്ങൾ എഴുതിയിട്ടും വേദവ്യാസ മഹർഷിക്ക് എന്ത് തോന്നിയില്ല? മനസ്സിന് സമാധാനം തോന്നിയില്ല. അപ്പൊ ആ മനസ്സിന് സമാധാനം തോന്നാത്ത വേദവ്യാസ മഹർഷിയോട് ആര് പറഞ്ഞു കൊടുത്തു? നാരദൻ പറഞ്ഞു കൊടുത്തു. എന്ത് എഴുതാൻ പറഞ്ഞു? ഭാഗവതം എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് ഭാഗവതം എഴുതുന്നത്. അതിനു മുമ്പ് ഈ സാക്ഷാൽ നാരായണ സ്വാമി ഒരു 4 ശ്ലോകമുള്ള ഭാഗവതം, 4 ശ്ലോകങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുത്തു? ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മാവെ ഇത് കേട്ടോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എഴുതാൻ പറഞ്ഞു. ബ്രഹ്മാവിനെ കണ്ട് ഇതുണ്ടായിരുന്നു, സമയമുണ്ടോ? ബ്രഹ്മാവിന്റെ ജോലി എന്താ? പഞ്ചായത്ത് സെക്രട്ടറിയാണോ ബ്രഹ്മാവ്? ബ്രഹ്മാവിന്റെ ജോലി എന്താ? സൃഷ്ടി. അപ്പൊ ബ്രഹ്മാവ് ഈ സൃഷ്ടിയുടെ ഇടയ്ക്കൊന്നും എഴുതാനൊന്നും നേരമില്ല. പുള്ളി അതെന്ത് ചെയ്യുന്നു? അവിടെ മാറ്റി വെച്ചു. ബ്രഹ്മാവ് ആർക്ക് പറഞ്ഞു കൊടുത്തു? നാരദന് പറഞ്ഞു കൊടുത്തു. നാരദന് പറഞ്ഞു കൊടുത്തു. നാരദൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാ വരുന്നേ? നാരദൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആരെയാ? ചിലരെയൊക്കെ നമ്മൾ ചില പേരിട്ടൊക്കെ വിളിക്കാറുണ്ടല്ലോ. ഈ ചാനലിലൊക്കെ ഉള്ള നാരദനെ വെച്ച് പറയുന്നത് നാരദൻ. എല്ലാവർക്കും കലഹം ഉണ്ടാക്കുന്ന ആരാണ്? നാരദൻ എന്ന് വിളിക്കും അല്ലേ? പക്ഷെ നാരദ എവിടെയാണോ അറിവ് പകർന്നു കൊടുക്കുന്ന, എവിടെയാണോ ആത്മജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഗുരുവാണ് നാരദൻ കേട്ടോ. ഭാഗവതം ഇതിന്റെ മൂലമന്ത്രം ഉപദേശിച്ച് നാരദനാണ്. ആരെ പറഞ്ഞു കൊടുത്തു? അതാ ധ്രുവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. മന്ത്രം പറഞ്ഞു കൊടുത്തത് നാരദനാണ്. പ്രഹ്ലാദന് എല്ലാം പറഞ്ഞു കൊടുത്തത് നാരദനാണ്. ഈ ധ്രുവനാകുമ്പോ 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിയായിരുന്നു ധ്രുവന്. അപ്പോഴും വാസന. ഈ ഏത് സ്ത്രീയും കുഞ്ഞുങ്ങളെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ
ഈ കുഞ്ഞിറങ്ങി വരുന്ന കുഞ്ഞ് എന്ത് ചെയ്യും? ആ സ്ത്രീ അന്നേരം ചെയ്ത മോശം കാര്യങ്ങളുടെ ഫലമായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ ഗർഭത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ 2 കൈ നീട്ടിയാകും. എന്താ? എന്തോ ഒരു സാധനം ആവശ്യപ്പെട്ടുകൊണ്ടാകും. എന്താണെന്നറിയാം? മൊബൈൽ ഫോൺ. അറിയാം, മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടുകൊണ്ടാകുന്നത്. കാരണം എന്താണെന്നറിയാം? ഈ അമ്മ ഈ കുഞ്ഞിനെ ഗർഭത്തിലിരിക്കുന്ന സമയം മുഴുവൻ അമ്മ എന്ത് ചെയ്യുവാണ്? തോണ്ടിക്കൊണ്ടിരിക്കുക. അത് തന്നെ, തോണ്ടൽ. പിന്നെ കുഞ്ഞു വരുന്നത് എങ്ങനെ പുറത്തേക്ക്? ഈ പ്രഹ്ലാദന്റെ അമ്മയായിരിക്കുന്ന കയാതു നാരദാശ്രമത്തിൽ വരുന്ന സമയത്ത് നാരദ മഹർഷി ഭാഗവത നീതി മതങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഈ സ്ത്രീയാണ് ഓർമ്മ. ഇവരതൊന്നും കേൾക്കില്ല. പക്ഷെ ഈ ഗർഭത്തിലിരുന്ന കുട്ടി ഇത് മുഴുവൻ കേട്ട് പഠിച്ച് പുറത്തേക്ക് വന്നിട്ട് ഹിരണ്യകശിപുവിന്റെ ആ ഉഗ്രകാരണങ്ങളിൽ പോലും പലരാളും ഇന്ന് സാക്ഷാൽ ഭഗവാനാണ് എല്ലാം എന്ന് പറയാനുള്ള ആർജവമാക്കുണ്ടായി, പ്രഭാവനുണ്ടായി. ഓം എന്താ പറയണേ? പിന്നെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ബാലസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് പറയാൻ പറ്റി. അവൻ എന്താണോ നമ്മളെ പിന്നെ ചിന്തിക്കുന്നത് അതേപോലെ ഭവിക്കും. അപ്പം സ്ത്രീകള് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ വെക്കുന്ന സമയത്ത് ഏറ്റവും മഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭാഗവതം മുന്നോട്ട് വെക്കുന്നു. അപ്പം ബ്രഹ്മദേവനെ നാരദമഹർഷി ഉപദേശിച്ചു കൊടുത്തു. ഈ ലോകത്തിലെ എല്ലാ ഉപദേശങ്ങളുടെയും കാരണഭൂതരായിട്ട് നിൽക്കുന്ന ആൾ നാരദമഹർഷി. അതുകൊണ്ടാണ് നാരദനെ മഹാഗുരുവായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പൊ മഹാഗുരുവായ നാരദമഹർഷി ഉപദേശിച്ചു കൊടുത്തു. നാരദനെ നടപ്പിനിടയ്ക്ക് എഴുതാൻ വേണ്ട നേരമുണ്ട്, പുള്ളി ഇങ്ങനെ നടത്തുക. അപ്പോഴാണ് ആരെ കാണുന്നത്? വ്യാസഭഗവാനെ കാണുന്നത്. വ്യാസഭഗവാന് ശ്രീമദ് ഭാഗവതം 4 ശ്ലോകങ്ങൾ ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. ആ വ്യാസഭഗവാൻ അതിനെ എത്ര 18,000 ശ്ലോകങ്ങളായിട്ട് 335 അധ്യായങ്ങളായിട്ട് 12 സ്കന്ധങ്ങളായിട്ട് 9 തരം ഭക്തിയായിട്ട് 10 ലക്ഷണമായിട്ട് പരിവർത്തനപ്പെടുത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന് മനസ്സിലാക്കുക. ആ ഭാഗവതം ആർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കുന്നു? ശീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശീശുകൻ വ്യാസന്റെ മകനാണ്. അങ്ങോട്ട് ജനിച്ചു വീണപ്പോ തന്നെ എല്ലാത്തരം പ്രപഞ്ചം മുഴുവൻ ഈ ശീശുക ബ്രഹ്മർഷി ഉൾക്കൊള്ളും. ബ്രഹ്മസ്വരൂപനാണ്, ബ്രഹ്മരാധനാണ് ശീശുക ബ്രഹ്മർഷി. ബ്രഹ്മരാധൻ, ബ്രഹ്മത്തിൽ ലയിക്കുന്നവൻ, സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ശിശുക ബ്രഹ്മർഷിയാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും ഉത്തമനായ ആചാര്യൻ എന്ന് പറയും. പിന്നെ ഇവിടെ പറയും, പിന്നെ അച്ഛൻ വിളിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നായിട്ട് വിളി കേൾക്കുന്നു. ശിശുക ബ്രഹ്മർഷിയെ വിളിക്കുന്ന സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഒന്നായിട്ട് വിളി കേൾക്കുന്നു എന്ന് ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത്രയ്ക്ക് മഹത്വമുള്ള ഒരു വ്യക്തിയാണ് ശിശുക ബ്രഹ്മർഷി എന്ന്. ആ ശിശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ശിശുക ബ്രഹ്മർഷി സാക്ഷാലായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. പരീക്ഷത്തിന് ശാപം കിട്ടി. എന്താണെന്നറിയാം? എന്ത് ശാപം കിട്ടി? ഞങ്ങളന്ന് സ്കൂളിൽ വന്നില്ല സാറേ. പരീക്ഷത്തിന് ശാപം പഠിച്ച ദിവസം വന്നില്ല. എന്നാ ശാപം കിട്ടിയത്? എത്രയും കള്ളനത്രയും മഹായോഗിയോ ഇത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കും ഇത്രമുള്ളിൽ കൃതാരത്തവാണെടുത്തിട്ടവൻ മെയ്യേ കൃഷ്ണരാമാഹരേ. അപ്പൊ ഏറ്റവും കോപം ഉൾക്കൊണ്ടുതൽ പുത്രൻ അങ്ങുറ്റമായൊരു ശാപം കൊടുത്തു ബലാർഗ ദൂർധനാഭൂവനി തക്ഷകൻ താൻ കടിച്ചീടും ഏഴാം ദിനേ കൃഷ്ണരാമാഹരി. തക്ഷകൻ കഴിക്കുന്ന ശാപം. ആ ശാപഗ്രസ്തനായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന്റെ അടുക്കലേക്ക് ആര് വരുന്നു? സാക്ഷാൽ ശിശുക ബ്രഹ്മർഷി വരുന്നു. ആ ശിശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഭാഗവതത്തിന്റെ ഉപദേശക്രമത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ നാരായണസ്വാമി ബ്രഹ്മദേവൻ നാരദനും, നാരദൻ വ്യാസനും, വ്യാസൻ ശിശുക ബ്രഹ്മർഷിക്കും, ശിശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. ആ സഭയിലുണ്ടായ ശൂതപൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുത്തു ഭാഗവതം. ഈ ശൗനകാദി ഒരു യാഗം നടത്തുകയാണ്. ഇവിടെ നൈമിഷാരണ്യത്തിലാണ് യാഗം. ഇവിടെ
നൈമിശാരണ്യം. ഇത് നൈമിശാരണ്യം കേട്ടോ. ഓ ഇത് മാധവന്റെ ഇങ്ങനെ വന്നിട്ട് വിമാല അറിയോ, ഇത് നൈമിശാരണ്യം, ഇത് മാധവന്റെ. നൈമിശാരണ്യം എന്ന് പറഞ്ഞാൽ എവിടെ ഈ ബ്രഹ്മദേവനോട് സൗനകാദി മഹർഷീശ്വരന്മാരെ കൊണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് യാഗം നടത്താൻ സ്ഥലം തരണമെന്ന്. വില്ലേജ് ഓഫീസറാണോ ബ്രഹ്മദേവൻ സ്ഥലം കൊടുക്കുക? ആണോ? അല്ല. എന്നാലും സ്ഥലം കൊടുക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മദേവൻ ഒരു ചക്രം എടുത്തിട്ട് ഇങ്ങനെ ഒരൊറ്റ ഉരുട്ട് കൊടുത്തു. ഇത് പോയി വീഴുന്ന സ്ഥലം എന്റെ എടുത്തോളൂ എന്ന് പറഞ്ഞു. സംസ്കൃതത്തിൽ ചക്രത്തിന്റെ പറയുന്നത് നേമി ശീർയമേ ഇത് ആരണ്യമാണ് നൈമിശാരണ്യം. നേമി ശീര്യമായ ആരണ്യമാണ് നൈമിശാരണ്യം. അതിന്റെ വേദാന്തം പറഞ്ഞാൽ എവിടെയാണോ നമ്മുടെ മനസ്സ് ആ ആവരണ വിക്ഷേപങ്ങളെ വിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നത് ആ സ്ഥലമാണ് ശരിക്കും നൈമിശാരണ്യം. അതെന്ന് പറഞ്ഞാൽ സമയത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം നിമിഷമാണ്. ഒരു നിമിഷം മാത്രമേ നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റൂ. ഇപ്പൊ നിങ്ങളുടെ മനസ്സ് ഇവിടെയാണോ? എല്ലാവരുടെയും മനസ്സ് ഇവിടെയാണോ ഇരിക്കുന്നത്? ഇത് നിർത്തിയിട്ട് വേണം ഭക്ഷണം കഴിഞ്ഞ് വീട്ടിൽ പോയി അങ്ങനെ ഭക്ഷണം കൊടുക്കണം, നീ അങ്ങനെ കഴിക്കുമോ, അത് അങ്ങനെ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലാക്കാം. ഉണ്ടോ? അങ്ങനെ ആയിട്ട് അങ്ങനെ പോകാം അല്ലേ? പണ്ടൊക്കെ ഭാര്യമാരെങ്ങനെയായിരുന്നു പറയാം, ഭർത്താവിന് കൊടുത്തിട്ടേ കഴിക്കട്ടെ, അങ്ങനെ കാര്യം. ഇന്നിപ്പോ ഭർത്താവിന് കൊടുത്തിട്ട്, പണ്ട് ഭാര്യമാര് ഭർത്താവിന്റെ പേര് പോലും വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ പേര് വിളിക്കുന്ന ദോഷം. ഇപ്പം പണ്ട് ഒരമ്മ വടക്ക് നിൽക്കുന്ന ഒരമ്മ അങ്ങനെ പേര് വിളിക്കാൻ പാടില്ല എന്നാണ് വിളിച്ചേക്കാം. അപ്പൊ അമ്മ തിരുവാതിര കളിക്കുക കേട്ടോ. എന്ത് കളിക്കുക? തിരുവാതിര കളിക്കുക. തിരുവാതിര പാട്ടില്ല. തിരുവാതിര പാട്ട്. അമ്മയുടെ ഭർത്താവിന്റെ പേര് വാസുദേവൻ. എന്നാ പേര് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. തിരുവാതിര കളിക്കാൻ വേണം. അമ്മ ബുദ്ധിമതിയായിരുന്നു, പാട്ടേ മാറ്റി കേട്ടോ. കേട്ടോണേ. വാസുദേവൻ ജഗന്നാഥൻ. അമ്മയുടെ പാട്ടിനി കേട്ടോ. പങ്കരാക്ഷൻ കടൽ വന്നൻ പിള്ളേരടച്ഛനും ജഗന്നാഥൻ. പങ്കരാക്ഷൻ കടൽ വന്നൻ പിള്ളേരടച്ഛൻ ജഗന്നാഥൻ. അപ്പൊ പാട്ട് മാറ്റിയില്ല, പാട്ട് മാറ്റി പേരും വിളിച്ചിട്ട് ബുദ്ധിമുട്ടിയായ അമ്മ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഓർക്കണം. പങ്കരാക്ഷൻ കടൽ വന്നൻ പിള്ളേരടച്ഛൻ ജഗന്നാഥൻ. ഭർത്താവിനെ ആരായിട്ട് കണ്ടിരുന്നു? ഭർത്താവിനെ ദൈവമായിട്ട് കണ്ടിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഭർത്താവിന്റെ കാലിൽ തൊട്ട് എഴുതിട്ടാണ് ഭാര്യ എന്ന് തുടങ്ങിയിരുന്നത്, ദിവസം തുടങ്ങിയിരുന്നത്. നാരായണ സമയം ഭർത്താക്കന്മാരൊക്കെ ഒന്ന് പേടിക്കും. ഇപ്പോഴത്തെ ഭാര്യമാര് കാലേ വീഴുന്നത് ഓർത്ത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭർത്തൃസ്വരൂപനാണ് ഭഗവാൻ. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭർത്തൃസ്വരൂപനാണ് ഭഗവാൻ. സാക്ഷാ ഭഗവാന് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭർത്തൃസ്വരൂപനാണ്, സംരക്ഷിക്കുന്നവരാണ് ഭഗവാൻ. ഇവിടെ ആ സംരക്ഷണം, ഭഗവാന്റെ സംരക്ഷണമാണ് നമുക്ക് വേണ്ടത് എന്ന് ഓർക്കുക. അങ്ങനെ ഈ ഭാഗവതം ഓരോ ആളുകൾ ഉപദേശിച്ച് കിട്ടിയിട്ട് ആണ് നമുക്ക് വരുന്നത്, നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ മനസ്സ് എപ്പോഴാണോ ശാന്തമായിരിക്കുന്നത്, മനസ്സ് ശാന്തമാവും. ഒരിക്കലും നമ്മുടെ മനസ്സ് ശാന്തമാവത്തില്ല അല്ലേ? ഓരോന്ന് 10 കിട്ടുമ്പോൾ 100 വേണമെന്നും, 100 കിട്ടുമ്പോൾ 1000 വേണമെന്നും, 1000 കിട്ടുമ്പോൾ 10,000 വേണമെന്നും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ചില അമ്മമാർ പറയും, എന്റെ കൊച്ചുമോനൊരു കൊച്ചുമോൻ ഉണ്ടായി കണ്ടിട്ട് വേണമെങ്കിൽ വരിക. എപ്പ വരിക? ഇത് വല്ല നട കൊച്ചുമോൻ ഉണ്ടായി വേണം മരിക്കാൻ. അപ്പൊ മരിക്കാൻ ഉദ്ദേശിച്ചിരിക്കും. ആഗ്രഹം. നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ? കാക്കേ കാക്കേ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ബാക്കി കരഞ്ഞീരും പിന്നെ മറന്നുപോയതൊക്കെ ഒന്ന് ഓർത്ത്. നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ലതല്ല. അവസാനം എന്ന് പറയും, അയ്യോ കാക്കേ പറ്റിച്ചു. ഈ കാക്ക പറ്റിച്ചിട്ടും അതാണ് കൊതിച്ചീടുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട് കുതാൻ എഴുതി വെച്ചേക്ക. കൊതിച്ചീടുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചീടുന്നു ജീവനും. അപ്പോഴേ കുതാൻ എഴുതി. അത് തന്നെയാണ് അയ്യോ കാക്കയെ പറ്റിച്ചോ. നമ്മൾ മരിക്കുന്നത് നമ്മൾ പോലും അറിയത്തില്ല. അറിയോ? Energy can neither create nor be destroyed. It's one form of energy transfer another form.
ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ. അതിനു മുമ്പേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടോ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അത് നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് ഇത് പോയാൽ എന്ത് മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലുണ്ടോ? നമ്മളിങ്ങനെ കുളിച്ച് ഫേറാലവിയൊക്കെ ഇട്ട് പിന്നെ ലോകത്തുള്ള മുഴുവൻ ക്രീമും കരുത്തി പേടിപ്പിച്ചു കൊണ്ട് നടക്കുന്ന സാധനം പോയാൽ, ഇതിനകത്തുനിന്ന് സാധനം പോയാൽ അത് തീർന്നു അല്ലേ? അതിനെ നമ്മൾ നോക്കുന്നത് ഇതിനകത്തൊരു സാധനമുണ്ട്. എന്താണ്? ആത്മസ്വരൂപമായി ആത്മാവ് ശിവം വെളിപ്പെട്ടു. ശിവം നഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ ആരാ? ശവം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കർത്തവിനൊക്കെ ജീവിച്ചിരിക്കും. അപ്പൊ ഈ ആത്മസ്വരൂപത്തെ ഉയർത്താനുള്ള മാർഗങ്ങളാണ് ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മൾ എത്ര നാൾ ജീവിക്കും? ഇവിടെ ശാപം കിട്ടിയ പരീക്ഷിത് മഹാരാജാവ് എത്ര ശാപം കിട്ടിയത്? 7 ദിവസമാണ് ശാപം കിട്ടിയത്. എന്തുകൊണ്ട് 8 ദിവസം കൊടുത്തില്ല? എന്തുകൊണ്ട് 9 ദിവസം കൊടുത്തില്ല? 7 ദിവസം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. ഈ 7 ദിവസം മാത്രമാണ് നമുക്ക് ആയുസ്സുള്ളത്. കാരണം ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ മരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ എത്രാം ദിവസമായിരിക്കും? 7-ാം ദിവസമായിരിക്കും. അതുകൊണ്ട് ഭാഗവതം നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ആകെ ആയുസ്സുള്ളത് എത്ര നാള് മാത്രമാണ്? എത്ര നാളാ? വെറുതെ ഇവിടെ 1-ാം ദിവസം വന്ന് ഇത്തിരി ചോറിട്ടിട്ട് വാങ്ങിയാൽ പേര് പറയുന്ന കേട്ടോ 7 ദിവസമേ ഉള്ളൂ ആയുസ്സം. നമ്മളാണെങ്കിൽ എത്ര കാലം ജീവിക്കുന്നത് ഞാൻ തിരിയ. അതാ ശരിക്കും വേദാന്തത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ 7 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇപ്പൊ പരീക്ഷിത് മഹാരാജാവിനോട് ചോദിക്കുന്ന സമയത്തേക്ക് പരീക്ഷിത് മഹാരാജാവ് ഈ ദുഃഖങ്ങളൊക്കെ കേട്ടിട്ട്, ശാപം കേട്ടിട്ട്, 7 ദിവസം ആയുസുള്ളൂ എന്ന് കേട്ടിട്ട് എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ ഷുഗർ പേഷ്യന്റ് ആവശ്യത്തിൽ കൂടുതൽ എല്ലാ പായസവും കുടിക്കും. കാരണം എന്താ? ഈ 7 ദിവസം കുടിച്ചത് വേക്കാം. സദ്യക്ക് പോകുമ്പോൾ പായസം ആക്രാമത്തോടെ കുടിക്കുന്ന ആളെ കണ്ടാൽ നമ്മളെന്ന് വിചാരിക്കണോ? അവർക്ക് ഹൈ ഷുഗർ ആണെന്ന് വിചാരിക്കണം. കാരണം വീട്ടിൽ കൊടുക്കാത്തതാണ് ഇവിടെ ഒന്ന് കുടിക്കുന്നത്. 7 ദിവസമേ ഉള്ളൂ ആയുസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് യാത്ര ചെയ്തവർക്കൊക്കെ പോവും, അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കളെയൊക്കെ കാണും. പക്ഷെ പരീക്ഷിതന്മാരെ മാനസേ വെച്ചു ഗോവിന്ദരാജ്യവും ചാരുഗംഗാതളം പൊക്കിരുന്നേടിനാൻ ചേരുവാൻ പദം കൃഷ്ണരാമാധരേ. അപ്പം എല്ലാം ഉപേക്ഷിച്ച് തന്നെ ഈ രാജ്യഭാരങ്ങളെല്ലാം എവിടേക്ക് കൊടുത്തു? മകനിലേക്ക് കൊടുത്തു. എന്നിട്ടോ മകനിലേക്ക് കൊടുത്തു. ഇപ്പം കുറെ കാലം ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, 4 ആശ്രമങ്ങളുണ്ട്. ഈ വാനപ്രസ്ഥം ആകുമ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും അധികാരമൊക്കെ ആർക്ക് കൊടുക്കണം? മക്കൾക്ക് കൊടുക്കണം. കൊടുക്കല്ലേ? ഇതൊക്കെ ഞാൻ പറയുന്ന കേട്ടിട്ട് എല്ലാം എഴുതി കൊടുത്താൽ നിങ്ങൾ കഴിയാതെ പിന്നെ സാമി പറഞ്ഞു സാധു പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും ഇപ്പൊ ഒന്നും കൊടുക്കരുത്. കാരണം സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മക്കളൊക്കെ പലരെയും നോക്കാത്തവരാ. ഈ നല്ല മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ആലോചിച്ചു, നല്ല മക്കളെന്ന് പറഞ്ഞാൽ കോമ്പളാൻ പോയല്ല, നല്ല കടിയും മണ്ണമുള്ള ആളല്ല ഉദ്ദേശിക്കുന്നത്. അമ്മയും അച്ഛനെ നോക്കുന്നവരെ, കണ്ണുകൊണ്ട് നോക്കുന്നവരും അല്ല, മാനസികമായിട്ട് അവരോട് അടുപ്പമുള്ളവരെയാണ് ഏറ്റവും നല്ല മക്കൾ. അതുകൊണ്ടാണ് ഗാന്ധാരി പറയുന്നത് ഭാഗ്യബന്ധം പ്രസൂനം. അതായത് എനിക്കിനി അടുത്ത ജന്മത്തില് ഈ ഗാന്ധാരിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഗാന്ധാരിക്ക് നാട്ടുകാരിയാണോ? അല്ല അല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഗാന്ധാരിക്ക് 101 മക്കളുണ്ടായിരുന്നില്ലേ? ഒരെണ്ണത്തിനെ കൊണ്ടെങ്കിലും ഗുണമുണ്ടായോ? അതുകൊണ്ട് അവര് പറയുന്നത് അടുത്ത ജന്മം എനിക്ക് പിന്നെ ശക്തിയുള്ള മക്കൾ വേണ്ട, ബുദ്ധിയുള്ള മക്കൾ വേണ്ട, ഭാഗ്യമുള്ള ഒരു കുട്ടി കൊല്ലിനാവും. പക്ഷെ ഭാഗവതം പറഞ്ഞു ഭാഗ്യവാന്മാർക്ക് ചെയ്യുന്നതെല്ലാം മഹാഭാഗ്യമായേ വരൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തുണ്ടാവാൻ പ്രാർത്ഥിക്കണം? നമ്മള് ഭാഗ്യം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് എല്ലാവരും ഏത് മന്ത്രാർത്ഥന നടത്തുന്നത്? ഭാഗ്യസൂക്തം. തിരുമേനിയോട് പറയും ഭാഗ്യസൂക്തം രണ്ടാമത് കണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ ഭാഗ്യത്തുണ്ടാവും, ആയുസുണ്ടാവും. ഭാഗ്യം ഉണ്ടെങ്കിൽ ആയുസുണ്ടാവും, വിദ്യ ഉണ്ടാവും, ധനം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഭാഗ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, മക്കളൊക്കെ എങ്ങനെയുള്ളവരായി മാറാൻ പ്രാർത്ഥിക്കണം? ഭാഗ്യമുള്ളവരായി മാറാൻ.